കുവൈത്തിന് നല്ല മുട്ടൻ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് അമേരിക്കക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കുകയും അമേരിക്കയുടെ ബേസ് കൊടുക്കുകയും ചെയ്തിട്ടുള്ള കുവൈത്തിൽ നിന്നാണ് അമേരിക്ക ഇപ്പോൾ കൂടുതലായിട്ട് ഇറാന് നേരെയുള്ള ഓപ്പറേഷൻസ് നടത്തുന്നത്. അപ്പോൾ കുവൈത്തിന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഇറാന്റെ ഒരു സ്ട്രൈക്ക് ഇപ്പം നടന്നിരിക്കുന്നത് കുവൈത്തിലെ അൽ സുബിയ എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി പ്ലാന്റിന് നേരെയാണ് ഇപ്പോൾ അറ്റാക്ക് നടന്നിരിക്കുന്നത്. ഈ അറ്റാക്കിന് ശേഷം കുവൈത്തില് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ റേഷൻ പോലെ നടപ്പാക്കാനുള്ള പ്ലാനിലോട്ട് പോവുകയാണെന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റി അതായത് 50 ഡിഗ്രിയിലധികമാണ് അവിടുത്തെ ചൂട്. ആ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇലക്ട്രിസിറ്റി റേഷൻ ആക്കാനുള്ള പരിപാടിയിലോട്ട് കുവൈത്ത് പോവുകയാണെന്നുള്ളതാണ് പറയുന്നത്. അൽ ജസീറയാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ അൽസുബിയ ഇലക്ട്രിസിറ്റി പ്ലാന്റിന് നേരെ നടന്നിട്ടുള്ള അറ്റാക്കിന്റെ വീഡിയോസ് കൂടെ ഈ പറയുന്ന അൽ ജസീറ പുറത്തു വിടുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഉള്ളിൽ നിന്ന് കത്തുകയാണ് കേട്ടോ. لا شك الكهرباء في الأوقات اللي احنا فيها تحتاج إلى ترشيد والحكومة ترشد واحنا لازم نطيع الموضوع هذا. المكيف اللي مالك شغل فيه ومحتاجه أكيد نطفيه. احنا ودنا التعاون. അതായത് അവിടെ നിന്നുള്ള റെസിഡൻസിന്റെ വീഡിയോസും കൂടെ അവർ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പവർ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടന്നു. 50 ഡിഗ്രി ചൂട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ AC ഇടാണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ കറണ്ട് കട്ട് ചെയ്യണം, പവർ കട്ട് എന്നുള്ള ലെവലിലല്ല. നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം AC ലൈറ്റ് എല്ലാം ഓഫാക്കി പോകുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ആരാണ് ഇത്തരത്തിലുള്ള പവർ പ്ലാന്റുകൾക്ക് നേരെയുള്ള അറ്റാക്കും പാലങ്ങൾക്ക് നേരെയുള്ള അറ്റാക്കും വെള്ള ടാങ്കുകൾക്ക് നേരെയുള്ള അറ്റാക്കും ഹോസ്പിറ്റലുകൾക്ക് നേരെയുള്ള അറ്റാക്കൊക്കെ തുടക്കം കുറിച്ചത്? അല്ലെങ്കിൽ ഇറാന് ഇത്തരം കേന്ദ്രങ്ങൾക്ക് നേരെ അറ്റാക്ക് ചെയ്യാനുള്ള ലെജിറ്റിമസി കൊടുത്തത് ആരാണെന്നുള്ളത് നമ്മൾ ഇവിടെ ഒന്ന് നോക്കണം. അത് കൊടുത്തത് അമേരിക്ക തന്നെയാണ്. കാരണം അമേരിക്കയാണ് ആദ്യം ഇറാന്റെ പാലങ്ങൾക്ക് നേരെയും ഇലക്ട്രിസിറ്റി പ്ലാന്റുകൾക്ക് നേരെയും അതേപോലെ തന്നെ വാട്ടർ ടാങ്കുകൾക്ക് നേരെയൊക്കെ അറ്റാക്ക് നടത്തിയത്. അങ്ങനെ അറ്റാക്ക് നടത്തുകയും സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയും സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയുള്ള അറ്റാക്ക് ആദ്യം ഇനീഷ്യേറ്റ് ചെയ്തതും ഇങ്ങനെ ചെയ്യാം, ഈ പറയുന്ന പണി ചെയ്യാം എന്നുള്ള ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയും ചെയ്തത് യഥാർത്ഥത്തിൽ അമേരിക്ക. ഇപ്പൊ തിരിച്ചു കിട്ടുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ ബുദ്ധിമുട്ടുന്നത് ഏതാ? ഈ രാജ്യങ്ങളിലൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ കുവൈത്ത് എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമാണ്, നമുക്കറിയാം. കുവൈത്ത് ചെറിയൊരു രാജ്യമാണ്. അതേപോലെ തന്നെ പെട്രോളിൽ നിന്നും ഡീസലിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള കറണ്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അതായത് ഡീസലിന് നേരിട്ട് കറണ്ട് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിച്ച ജനറേറ്ററുകൾ വഴി. അപ്പൊ ഈ രീതിയിലുള്ള പവർ പ്ലാന്റുകൾക്ക് നേരെ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ഈവൻ തോ കുറെ എണ്ണ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് പ്ലാന്റ് ഇല്ലാണ്ട് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തകരാറിലായി കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ സാധനം കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ രീതിയിൽ 50 ഡിഗ്രിയിൽ കൂടുതൽ ചൂട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ റേഷൻ ആക്കുക എന്ന് പറയുന്നത് ആളുകൾ ദുരിതത്തിലാവുന്നതിന് സമാനമാണത്. ആളുകൾ ഒബ്വിയസ്ലി ദുരിതത്തിലാവുകയും കൂടെ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ ജനീവ കൺവെൻഷൻ അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള എന്താ പറയുക വാർ ക്രൈംസ്, വാറിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറെ നോംസ് ആൻഡ് റെഗുലേഷൻസ് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിലുണ്ട്. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നത് സ്ത്രീകളെയും കുട്ടികളുടെയും ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, പവർ പ്ലാന്റുകൾ, അതേപോലെ തന്നെ വാട്ടർ ടാങ്കുകൾ, ഈ പറയുന്ന രീതിയിൽ ഈ പുഴകളും കുളങ്ങളൊക്കെ എന്താ പറയാ എന്താ പറയാ മയമാക്കുന്ന രീതിയിലുള്ള പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ടീമുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയുള്ള അറ്റാക്ക് നടത്തുന്നത്. അമേരിക്കക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുമായിരിക്കും പാലങ്ങൾക്ക് നേരെയുള്ള അറ്റാക്ക് ഞങ്ങൾ നടത്തുന്നത് ഇറാൻ ആർമിയുടെ മൊബിലൈസേഷൻ എന്ന് പറയുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. റെയിൽവേ ട്രാക്കുകൾക്ക് നേരെ ഞങ്ങൾ അറ്റാക്ക് നടത്തുന്നത് ഈ പറയുന്ന ആർമിയുടെ മൊബിലൈസേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. പക്ഷേ അത് അങ്ങനെ പറയുമെങ്കിൽ കൂടെ തിരിച്ചു കിട്ടുന്ന സമയത്ത് വേറെ കുറെ രാജ്യങ്ങളിലുള്ള ആൾക്കാരും കൂടെയാണ് അതിന്റെ കൂടെ സ്ട്രഗിൾ ആവുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലുള്ള പണിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കുവൈത്തിന് കിട്ടുന്നത് എന്നുള്ളതാണ്. ഒരു കുഞ്ഞു രാജ്യമാണ് കുവൈത്ത് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ വലുപ്പം എന്തോ ഉള്ളൂ. അപ്പൊ ആ രാജ്യത്തെ എത്രത്തോളം പവർ പ്ലാന്റുകൾ ഉണ്ടാവും? അപ്പൊ അമേരിക്ക പോലുള്ള രാജ്യമാണെന്നുണ്ടെങ്കിൽ കുറെ സ്ഥലങ്ങളിൽ ഉണ്ടാവും. ഇവിടെ എല്ലാം കൂടെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ഏതെങ്കിലും ഒരു പ്ലാന്റ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ വേറെ സ്ഥലങ്ങളിൽ വൈദ്യുതി എടുക്കാം. പക്ഷെ കുവൈത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ചെറിയൊരു സ്ഥലമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. പണ്ട് സദ്ദാം ഹുസൈൻ ചെയ്തത് നമുക്കറിയാം. കുവൈത്തിന് നേരെ എന്താണെന്നുള്ളത് എത്ര പെട്ടെന്ന് കുവൈത്തിനെ കൈയടക്കിയത് സദ്ദാം ഹുസൈൻ. അപ്പൊ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. വെറുതെ ഒരു പ്രശ്നവും ഇല്ലാണ്ടിരുന്ന
ഈ പറയുന്ന ഹോർമൂസിലും ഇറാന്റെ നേരെയും ഇസ്രായേലിന്റെ ഇംഗിതം കൊണ്ട് മാത്രം, ഇസ്രായേലിന്റെ ആവശ്യം കൊണ്ട് മാത്രം കയറി അവിടെ അറ്റാക്ക് ചെയ്യും. ഇറാൻ ഇപ്പൊ തിരിച്ചടി കൊടുക്കുന്ന സമയത്ത് അമേരിക്കക്ക് യാതൊരു പ്രശ്നവുമില്ല, കുറച്ച് ബേസുകൾ പോയി എന്നുള്ള കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആ റീജിയനിലുള്ള മറ്റ് രാജ്യങ്ങൾക്കും അതേപോലെ തന്നെ ആ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മറ്റ് മനുഷ്യർക്കുമാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ്.